പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനഭാഗത്തിലേക്ക് പ്രത്യേകം എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം സുഭാഷിതങ്ങൾ 19:17 ദൈവത്തിന് എങ്ങനെ കടം കൊടുത്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുക എന്നാണ് വചനം പറയുന്നത്. വലിയൊരു ബാങ്ക് നിക്ഷേപം പോലെ ദൈവത്തിൻ്റെ പക്കലേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ വലിയൊരു സമ്പത്താണ് പാവപ്പെട്ടവരെ സഹായിക്കുക, അർഹതയുള്ളവരെ സഹായിക്കുക. അതുകൊണ്ടായി വചനം സുഭാഷിതങ്ങൾ 19:17 പറയുന്നത്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അപ്പോൾ പ്രിയമുള്ളവർ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന ആ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയുടെ മറ്റൊരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ദയ കാണിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, സമൂഹം മാറ്റിവെക്കുന്നവരെ ചേർത്ത് വയ്ക്കുക. അതൊരു ദയ കാണിക്കുന്ന അവസ്ഥയാണെന്നാണ്. ആവശ്യത്തിലുള്ളവരെ സഹായിക്കുക. അങ്ങനെ സഹായിക്കുമ്പോൾ കർത്താവിന് കടം കൊടുക്കുന്ന പോലെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രിയമുള്ളവർ, ഇത്തരം നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ 10 മടങ്ങ് നമുക്ക് കർത്താവ് തരും. എങ്കിൽ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്ന ഒരു ഔദാര്യമൊന്നുമല്ല, നമ്മുടെ കടമയാണ്. അതിനപ്പുറമായിട്ടും കൃപയിൽ വളരുവാനുള്ള വഴിയായിട്ട് നമ്മളത് എടുക്കണം. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടി കർത്താവ് തരും. പ്രിയമുള്ളവരെ, ഒരു ഉത്തരവാദിത്വമായിട്ട് നമുക്ക് കാണുകയും അവരെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ ചേർത്ത് വയ്ക്കും. അപ്പം നിങ്ങളൊരു കാര്യം കൂടി ചിന്തിക്കണം, നമുക്കൊന്നും അഹങ്കരിക്കാനൊന്നുമില്ല. നമുക്ക് എന്തൊക്കെയുണ്ടോ ദൈവം ദാനമായിട്ട് തന്നാലേ. ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണെങ്കിൽ നമുക്കൊന്നിനും അവകാശമില്ലാത്ത വ്യക്തികളായ നാം ഇങ്ങനെയൊക്കെ തന്നുവെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന് വായ്പ കൊടുക്കുന്നതല്ല, അപ്പുറമായിട്ടും ദൈവം എനിക്ക് തന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ കർത്താവിനേറെ സ്വീകാര്യമായൊരു വ്യക്തിയായി മാറും. എങ്കിൽ എല്ലാത്തിൻ്റെ ഉടമയായ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള വലിയൊരു നിമിത്തമായിട്ട് പാവപ്പെട്ട മക്കളുമായിട്ട് നമ്മുടെ സമ്പത്തും നമുക്കെല്ലാം പങ്കുവയ്ക്കാൻ സാധിക്കണം. ആവശ്യത്തിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ കഴിവിൻ്റെയും സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും എല്ലാം ദശാംശം കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, എങ്ങനെയാണ് ആവശ്യത്തിരിക്കുന്ന മക്കളെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ സഹായിക്കുമ്പോൾ നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം എല്ലാം അതിൻ്റെ ദശാംശം കൊടുക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ഒന്നായി മാറും. അപ്പോൾ ദൈവത്തിന് കടം കൊടുക്കുന്ന പോലെ വചനം പറയുന്നു, തീർച്ചയായിട്ടും കർത്താവ് തിരിച്ചു തരുമെങ്കിൽ കർത്താവ് വളർന്നൊന്നുമല്ല തരുന്നത്, സമർത്ഥമായിട്ട് തരും. എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് മറ്റു മക്കളെ സ്നേഹിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ദൈവസന്നിധി സമർപ്പിക്കാം. ദൈവാഗ്ദത്ത പേടകം സമർപ്പിച്ചോളൂ. അൾത്താർക്ക് അച്ഛനും സമർപ്പിക്കാം. നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗവും ഈശോ ഏറ്റെടുത്ത് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.